ജയൻ എല്ലാ അർത്ഥത്തിലും ഒരു വിസ്മയമാണ്. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ ഒരു അതിഥി താരമായാണ് ജയൻ ആദ്യമായി കണ്ടാലറിയുന്ന വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ ചരിത്ര നിയോഗം സംഭവിച്ച് 6 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോവുകയും ചെയ്തു. കേവലം 6 വർഷം കൊണ്ട് അദ്ദേഹം 120-ലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സൂപ്പർ താര പദവിയിലെത്തുകയും ചെയ്തു. 1980-ലായിരുന്നു ജയന്റെ ജീവിതത്തിലെ ക്ലൈമാക്സ്. മരിച്ച് 45 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് സജീവമായി നിലനിൽക്കുന്ന ഒരു താരത്തെ എന്ന പോലെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു, ആരാധിക്കപ്പെടുന്നു. 1939 ജൂലൈ 25-ന് കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന പേരിലാണ് ജയൻ ജനിച്ചത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു ജയന്റെ അച്ഛൻ. മാധവവിലാസം വീട്ടിൽ മാധവൻപിള്ള, സത്രം മാധവൻപിള്ള എന്നും കൊട്ടാരക്കര മാധവൻപിള്ള എന്നും ജയന്റെ പിതാവ് അറിയപ്പെട്ടിരുന്നു. മാതാവ് ഓലയിൽ ഭാരതിയമ്മയായിരുന്നു. സോമൻ നായർ എന്ന അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 15 വർഷക്കാലം ജയൻ ഇന്ത്യൻ നേവിയിൽ ഓഫീസറായി ജോലി ചെയ്തു. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകനായ ജയകുമാർ രാജാറാം ജയനെക്കുറിച്ച് അധികമാരും അറിയാത്ത ചില ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ജയകുമാർ രാജാറാമിന്റെ തന്നെ വാക്കുകൾ: കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര്. ബേബി എന്നാണ് അടുപ്പമുള്ളവർ വിളിക്കുക. പ്രായവും സ്ഥാനവും കണക്കിലെടുത്ത് ഞങ്ങളിൽ ചിലർ അണ്ണൻ എന്ന് വിളിക്കും. അണ്ണന്റെ മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടാകാൻ കാലതാമസം നേരിട്ടപ്പോൾ ഒരു സന്യാസിയെ കണ്ട് അഭിപ്രായം തേടി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദമ്പതികൾ ആചാരങ്ങൾ പാലിച്ച് ആഘോഷമായി നടന്നു ചെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇടത്ത് ഒരു ആൽമരവും മാവും നടണം. ഇന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ആലും മാവും ഇങ്ങനെയുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും അപ്പച്ചിയമ്മ ഗർഭിണിയായി. അന്ന് ഇന്നത്തെ പോലെ ഹോസ്പിറ്റലിൽ പോയി പ്രസവമെടുക്കുന്ന പതിവൊന്നുമില്ല. വയറ്റാട്ടിയെ വിളിച്ചു വരുത്തിയെങ്കിലും കുഞ്ഞിന് വലിപ്പക്കൂടുതലായതുകൊണ്ട് പ്രസവമെടുക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അവർ മടങ്ങി. അങ്ങനെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി. അദ്ദേഹം സർജറി വേണമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ അണ്ണന്റെ അച്ഛന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, രണ്ടിലൊരാളെയെ രക്ഷിക്കാൻ കഴിയൂ. അത് പറ്റില്ലെന്ന് മാമൻ തീർത്തു പറഞ്ഞതോടെ ഡോക്ടർ മടങ്ങി. ആ സമയത്താണ് പ്രസവം എടുക്കുന്നതിൽ വിദഗ്ധയായ മിസി എന്ന സ്ത്രീയെ കുറിച്ച് ആരോ പറയുന്നത്. അങ്ങനെ മിസിയെ വിളിച്ചു വരുത്തി. അവർ അകത്തു പോയി കുറച്ചു കഴിഞ്ഞ് കുഞ്ഞുമായി വന്ന് മാമന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദാ ബേബി. ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയായ മിസി കുഞ്ഞു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഏതായാലും ആ പേര് എല്ലാവരും ഏറ്റെടുത്തു. അന്നു മുതൽ അണ്ണൻ ബേബി എന്ന് വിളിക്കപ്പെട്ടു. ചെറുപ്പത്തിൽ ഞാൻ അണ്ണന്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ അടുത്തറിയാൻ സാധിച്ചു. വളരെ മിതഭാഷിയായിരുന്നു അണ്ണൻ. ഗൗരവ പ്രകൃതക്കാരനാണ്. പക്ഷേ ബോഡി ബിൽഡിങ്ങിലും സാഹസികതയിലും പണ്ടേ വലിയ താല്പര്യമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ പുളിമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടക്കും. കണ്ടു നിൽക്കുന്നവർക്ക് പേടി തോന്നും. പക്ഷേ പുള്ളിക്ക് ഒരു കൂസലുമില്ല. ഒരു കവുങ്ങ് ചായച്ച് അതിൽ നിന്ന് അടുത്ത കവുങ്ങിലേക്ക് ചാടിക്കയറും. നീന്തൽക്കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ പുളവനെ കിട്ടിയാൽ അതെടുത്ത് കൂട്ടുകാരുടെ ദേഹത്തേക്ക് എറിയും. നാട്ടിൽ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അവർ ഫുട്ബോൾ മത്സരത്തിൽ പതിവായി മത്സരിച്ചു തോക്കും. അണ്ണന് ഫുട്ബോൾ കളിയിൽ കമ്പമുണ്ടെന്നറിയാവുന്ന അമ്മാവൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി. ആ 2 മത്സരങ്ങളിലും അണ്ണന്റെ കഴിവുകൊണ്ട് ക്ലബ്ബ് ജയിച്ചു. അന്ന് നാട്ടിലുള്ള എരുമത്തോട് മഴക്കാലത്ത് നിറഞ്ഞു കവിയും. അണ്ണൻ പാലത്തിന് മുകളിൽ നിന്ന് തോട്ടിലേക്ക് എടുത്തു ചാടി മുങ്ങിത്തപ്പും. ഒഴുകി വരുന്ന നാളികേരവും മറ്റും കൈക്കലാക്കും. അന്ന് കേരളത്തിൽ ഗുസ്തിക്ക് നല്ല പ്രചാരമുള്ള കാലമാണ്. പോളച്ചിറ രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുസ്തി അഭ്യാസികളൊക്കെ ഉണ്ടായിരുന്നു. അണ്ണന് അവരോടൊക്കെ വലിയ ആരാധനയായിരുന്നു. കൊല്ലത്ത് ഇവർ ഗുസ്തി പിടിക്കാൻ വരുമ്പോൾ കാണാനായി അണ്ണൻ പോകും. പിന്നീട് സ്വന്തം നിലയിൽ ഗുസ്തി പിടിക്കാനായി ശ്രമം. സ്കൂളിൽ അണ്ണൻ ഗുസ്തി ചാമ്പ്യനായിരുന്നു. പ്രായം കുറവാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നു. എതിരാളികളെ അണ്ണൻ നിഷ്പ്രയാസം മലർത്തിയടിക്കുന്നത് കണ്ട് കുട്ടികളും അധ്യാപകരും ആർപ്പു വിളിക്കും, കൈയടിക്കും. അത് കാണുമ്പോൾ അണ്ണന് ഹരമായിരുന്നു. ഗുസ്തിക്കൊപ്പം നാടകങ്ങളിലും അഭിനയിക്കും. ഒരു നാടകത്തിൽ അണ്ണന് പെൺവേഷമായിരുന്നു. പെണ്ണായി ഒരുങ്ങി വന്നാൽ ഒറിജിനൽ പെണ്ണല്ലെന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ചേർച്ചയായിരുന്നു. നാടകത്തിൽ പെണ്ണായി വേഷം കിട്ടുമെങ്കിലും ജീവിതത്തിൽ പൗരുഷവും സാഹസികതയുമായിരുന്നു അണ്ണന്റെ ശൈലി. നാട്ടിൽ പല വീടുകളിലും രാത്രി പാമ്പുകൾ ഇറങ്ങി കോഴിക്കൂട്ടിൽ കയറി കോഴിയെ പിടിക്കും. ചില പെരുമ്പാമ്പുകൾ വന്ന് കുഞ്ഞാടുകളെ പിടികൂടും. സഹായത്തിന് ആളുകൾ വിളിച്ചിരുന്നത് അണ്ണനെയായിരുന്നു. അണ്ണൻ ഒരു പേടിയുമില്ലാതെ പെരുമ്പാമ്പിനെ പിടികൂടും. വാലിൽ പിടിച്ച് തൂക്കിക്കൊണ്ടുവരുന്നത് ആളുകൾ ആരാധനയോടെ നോക്കി നിൽക്കും. പാമ്പിനെ പിടിക്കുന്നതിന് ചില രീതികളൊക്കെയുണ്ട്. അണ്ണൻ ചില വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. പായ് വഞ്ചിയിൽ പാടിയാടി രസിച്ചിരുന്ന 4-5 പെൺകുട്ടികൾ കാറ്റിൽ വഞ്ചി ഉലഞ്ഞു മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുമുറ്റത്തിരുന്ന അണ്ണൻ നീന്തിച്ചെന്ന് അവരെ രക്ഷിച്ചു. പേടി എന്താണെന്ന് പോലും അണ്ണന് അറിയാമായിരുന്നില്ല. ആരും ചെയ്യാൻ മടിക്കുന്ന അപകടകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന് ത്രില്ല്. അപ്പച്ചിയപ്പൻ കൊട്ടാരം സൂക്ഷിപ്പുകാരനായി ജോലി ചെയ്തിരുന്നു. കൊട്ടാരം വക ഒരു ഔട്ട് ഹൗസ് ഉണ്ട് തേവള്ളിയിൽ. അതിന്റെ ചുമതലയായിരുന്നു
അദ്ദേഹത്തിന്. പിന്നീട് അവർ മാർത്താണ്ഡപുരത്തേക്ക് സ്ഥലം മാറ്റി. അവിടെ വെച്ച് വസൂരി വന്ന് മാമൻ മരിച്ചുപോയി. അതോടെ കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമായി. അണ്ണൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും മുൻപേ കേവലം 16ാം വയസ്സിൽ അദ്ദേഹത്തിന് നേവിയിൽ ചേരേണ്ടി വന്നു. മിലിറ്ററിയിൽ ചേരാൻ വാസ്തവത്തിൽ അണ്ണന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് ബോയ്സ് നേവിയിലുണ്ടായിരുന്നു. അന്ന് കൊല്ലത്ത് വെച്ച് നേവിയുടെ ഒരു സ്റ്റേറ്റ് ക്യാമ്പ് നടന്നപ്പോൾ അണ്ണനായിരുന്നു ബെസ്റ്റ് കേഡറ്റ്. അന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ബേബി നേവിയിൽ ചേരുന്നു എന്ന്. നേവിയിൽ ജോലി കിട്ടുക അത്ര എളുപ്പമല്ലാത്ത കാലത്ത് ഇങ്ങോട്ട് ഓഫർ വരികയാണ്. അണ്ണന്റെ വീട്ടിലെ സാഹചര്യം അത്ര നല്ലതല്ലെന്ന് അറിയാവുന്ന അധ്യാപകർ ശുപാർശ ചെയ്താണ് ഈ ഓഫർ വരുന്നത്. വീട് വെച്ചത് മൂലമുണ്ടായ കടങ്ങളൊക്കെയുള്ള സമയം. ബന്ധുക്കളൊക്കെ ചേർന്ന് നിർബന്ധിച്ചപ്പോൾ അണ്ണൻ സമ്മതം മൂടി. അന്ന് 10 രൂപയാണ് ട്രെയിനികൾക്ക് സ്റ്റൈപ്പൻഡ്. ഒരു വർഷം കഴിഞ്ഞ് ശമ്പളമായി. 15 വർഷത്തോളം നേവിയിൽ ജോലി ചെയ്തു. നേവിയിൽ ചേർന്ന ശേഷം അവിടെ ഉദ്യോഗസ്ഥനായ ഒരു പഞ്ചാബിക്ക് അണ്ണനോട് കടുത്ത അസൂയ. അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെക്കാൾ ഭംഗിയായി അണ്ണൻ ചെയ്തതോടെ മേലുദ്യോഗസ്ഥർ അണ്ണനെ പ്രശംസിക്കാൻ തുടങ്ങി. സർദാർജിക്ക് ഇത് സഹിച്ചില്ല. അദ്ദേഹം അണ്ണനുമായി പലപ്പോഴും കടുത്ത വഴക്കായി. ആജാനുബാഹുവായ സിംഗിനെ എല്ലാവർക്കും ഭയമായിരുന്നു. വഴക്കുമൂത്ത് ഒരു ദിവസം ഭയങ്കര ആടി നടന്നു. എത്ര സമയം കഴിഞ്ഞിട്ടും ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇതിനൊരു തീരുമാനമുണ്ടാവില്ലെന്ന് രണ്ടുപേർക്കും ബോധ്യമായി. അവസാനം രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് വഴക്ക് തീർത്തു. പിന്നീട് അവർ വലിയ സുഹൃത്തുക്കളായി. വർഷങ്ങൾക്കു ശേഷം അണ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹം കാണാൻ വന്നു. അണ്ണനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പോയത്. വൈരം പോലെ പഞ്ചാബികളുടെ സ്നേഹവും ആഴമുള്ളതാണ്. നേവിയിൽ ജോലിയുള്ള സമയത്തും ശരീരഭംഗി സൂക്ഷിക്കുന്നതിൽ അണ്ണൻ ബദ്ധശ്രദ്ധനായിരുന്നു. അവധിക്ക് വീട്ടിൽ വന്നാലും വെറുതെ ഇരിക്കില്ല. ഫിറ്റ്നസ് ഒന്നും ഇന്നത്തെ പോലെ പ്രചാരത്തിലായിരുന്നില്ല അന്ന്. ഭാരോദ്വഹനം പോലെ ചെറിയ തോതിലുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ കൂടുതലായി അണ്ണൻ ബോഡി ബിൽഡിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. നേവിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുമായി ഉണ്ടായ ചില ഈഗോ പ്രശ്നങ്ങൾ അണ്ണന് മാനസിക വിഷമമുണ്ടാക്കി. പെറ്റി ഓഫീസറായി നിയമിതനായ അണ്ണന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചീഫ് പെറ്റി ഓഫീസർ എന്നതിനപ്പുറം മറ്റൊരു തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചില്ല. എല്ലാ കാര്യങ്ങളിലും മിടുക്കനായ അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യവുമില്ല. അതിനു പിന്നിൽ സുപ്പീരിയർ ഓഫീസറാണെന്ന് മനസ്സിലാക്കിയ അണ്ണൻ VRS എടുത്ത് പോന്നു. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചില നാടകങ്ങളിൽ അഭിനയിക്കുകയും അത്യാവശ്യം പാടുകയും ചെയ്തിരുന്നു. പക്ഷേ VRS എടുത്തു പോന്ന ശേഷം സിനിമയും അഭിനയവും ഒന്നും മനസ്സിൽ തീരെയില്ല. കൊച്ചി നേവൽ ബേസിലുള്ള സമയത്ത് ഇടയ്ക്ക് ഔട്ടിങ്ങിന് വരുമ്പോൾ പരിചയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. വ്യവസായിയായ നന്ദകുമാർ സേഠ് എന്നിങ്ങനെ. അന്ന് അണ്ണന് ഒരു ജാവ ബൈക്കുണ്ട്. അതിൽ കയറി ചുറ്റി നടക്കും. അന്നേ നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്നതാണ് ശീലം. ശരീരം നല്ല ഫിറ്റാണ് താനും. സുഹൃത്തുക്കൾ അണ്ണനെ ഇളക്കാനായി വെറുതെ പറയും, ബേബിയെ കണ്ടാൽ നല്ല സിനിമാ നടനെ പോലുണ്ട്, പാടാനും അഭിനയിക്കാനും അറിയാം, സിനിമയിൽ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന്. യഥാർത്ഥത്തിൽ അണ്ണൻ നല്ല കഷണ്ടിയാണ്. അത് പുറത്തറിയിക്കാതിരിക്കാൻ ഉള്ള മുടി മുന്നിലൂടെ പിന്നിലേക്ക് വളച്ചിടും. പെട്ടെന്ന് കണ്ടാൽ കഷണ്ടിയാണെന്ന് തോന്നില്ല. കൂട്ടുകാർ നിരന്തരം പറഞ്ഞ് പിരികയറ്റിയപ്പോൾ അണ്ണനും സിനിമയിൽ കുറച്ച് താല്പര്യം തോന്നി തുടങ്ങി. ആ സമയത്ത് ഏതോ പരിചയക്കാർ വഴി പോസ്റ്റ്മാനെ കാണാനില്ല എന്ന പടത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. പ്രേം നസീർ ഒരു പാലത്തിലൂടെ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു നാട്ടുകാരന്റെ വേഷമാണ് അണ്ണന്. അതിൽ ഡയലോഗ് ഒന്നുമില്ല. പിന്നീട് അണ്ണന്റെ സുഹൃത്തായ രാജൻ ജോസഫിന്റെ ശുപാർശയിൽ ശാപമോക്ഷം എന്ന പടത്തിൽ ഒരു പാട്ട് സീനിൽ അഭിനയിച്ചു. നടൻ എന്ന നിലയിൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പഞ്ചമി എന്ന പടത്തിലെ ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷത്തിലൂടെയാണ്. അതിൽ വില്ലനായിരുന്നു അണ്ണൻ. ജയഭാരതിയായിരുന്നു ആ പടത്തിലെ നായിക. ഭാരതി അന്ന് ഹരിപോത്തന്റെ ഭാര്യയാണ്. ഹരി നിർമ്മിച്ച പടമാണ് പഞ്ചമി. ആ സിനിമയിലേക്ക് അണ്ണന്റെ പേര് നിർദ്ദേശിച്ചത് ജയഭാരതിയാണ്. ജയഭാരതി ഞങ്ങളുടെ അടുത്ത ബന്ധുവാണ്. സിനിമയുടെ ആൾക്കാർ വന്ന് ഓഡിഷൻ നടത്തി ബോധ്യപ്പെട്ട ശേഷമാണ് കാസ്റ്റ് ചെയ്തത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശരപഞ്ചരം കൂടി ഹിറ്റായതോടെ ജയൻ എന്ന പേര് നായക നിരയിൽ നിറഞ്ഞു നിന്നു. അങ്ങാടി അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കി. കാഴ്ചയിൽ എന്ന പോലെ പെരുമാറ്റത്തിലും അങ്ങേയറ്റം മാന്യനായിരുന്നു അദ്ദേഹം. സിനിമയിലെ പോലെ തന്നെയായിരുന്നു ജീവിതത്തിലും അണ്ണന്റെ സംസാരവും പെരുമാറ്റവുമെല്ലാം. അളന്നു മുറിച്ച വാക്കുകൾ, ഘനഗംഭീരമായ ശബ്ദവും ഉച്ചാരണവും, തലയെടുപ്പും നടത്തത്തിലെ സ്റ്റൈലുമെല്ലാം എങ്ങനെ കിട്ടിയെന്ന് പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അണ്ണൻ ജനിക്കുമ്പോൾ മുതൽ കണ്ടുവരുന്നത് രാജകുടുംബവും അവിടുത്തെ രീതികളുമാണ്. സ്വാഭാവികമായും അതിന്റെ സ്വാധീനം അദ്ദേഹത്തിലേക്കും കടന്നു വന്നതാകാം. മനുഷ്യത്വപരമായ നിലപാടുകളായിരുന്നു അണ്ണനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയിൽ ചേരും മുമ്പുള്ള ഒരു സംഭവം ഓർക്കുന്നു. അന്ന് നേവിയിൽ നിന്ന് അവധിക്ക് വന്ന അണ്ണൻ നാട്ടിലുണ്ട്. മഴക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് നിന്ന തേവന്റെ കുടിൽ ഇടിഞ്ഞു വീണു. തേവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു. അണ്ണൻ അപ്പോൾ തന്നെ പോയി കുടിൽ കെട്ടിക്കൊടുത്തു. ഒരിക്കൽ ഞങ്ങളുടെ ബന്ധുവായ ഒരു പ്രമാണി കമ്മാള വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പണിക്ക് വിളിച്ചിട്ട് വന്നില്ല. ദേഷ്യം കയറിയ പ്രമാണി കമ്മാളന്റെ കരണം അടിച്ചു പുകച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അണ്ണന്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. അണ്ണൻ അയാളെയും കൂട്ടി ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന് നന്നായി വിരട്ടി. മേലിൽ ഇത് ആവർത്തിച്ചാൽ അടിച്ച് നടുവൊടിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പിന്നീട് കമ്മാളന് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അണ്ണൻ മരിച്ചപ്പോൾ പലരും പല കഥകളും പ്രചരിപ്പിച്ചു. ആ മരണത്തിനു പിന്നിൽ ആസൂത്രണം
ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് വരെ കഥകൾ പരന്നു. അതൊക്കെ കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കുട്ടിയായിരിക്കുമ്പോഴേ സാഹസികത അണ്ണന്റെ കൂടപ്പിറപ്പായിരുന്നു. അവസാന സിനിമയായ കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് സീൻ ഓക്കെയാണെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടും അണ്ണൻ നിർബന്ധിച്ച് ഒരു ടേക്ക് കൂടി എടുപ്പിക്കുകയായിരുന്നു. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സാഹസികതയിലും അദ്ദേഹം പൂർണ്ണത തേടി. അണ്ണൻ മരിച്ചിട്ട് 45 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്നും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളെ പോലെയാണ് പൊതുസമൂഹം അണ്ണനെ കാണുന്നത്. ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ മനസ്സിലും അണ്ണന് മരണമില്ല. ജയകുമാർ രാജാറാം പറഞ്ഞു നിർത്തുന്നു.